ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല വറുത്തരച്ച് വെക്കുന്ന സാമ്പാറാണ്. ഇതിന് ഒരുപാട് പച്ചക്കറിയൊന്നും വേണ്ട, വെറും പരിപ്പും വെണ്ടക്കായും മാത്രമാണ് വേണ്ടത്. പിന്നെ നമ്മൾ തക്കാളി, ഉള്ളി, ഒരുപാട് പീസ് ചിലർക്കൊന്നും പീസ് അങ്ങനെ ഇഷ്ടമല്ലല്ലേ, വെറും സാമ്പാറിൽ കുറേ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് 2 വിസിൽ വെന്ത് വരുമ്പോഴേക്ക് ഈ വെണ്ടക്കായി, പച്ചമുളക്, ഉള്ളി, തക്കാളി ഇതൊന്ന് കുറച്ച് വലിയ പീസാക്കി മുറിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഉള്ളി തക്കാളിയെല്ലാം 4 പീസാക്കിയാൽ മതി. നമ്മളിങ്ങനെ മറ്റേ കറിക്ക് അരിയുന്ന പോലെ ചെറുതായിട്ട് അരിയണമെന്നില്ല. ഇത് ഒരു പീസിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് 4 പീസാക്കി അരിഞ്ഞാൽ മതി. ഞാൻ ഓൺലൈനിൽ 100 റുപ്യക്ക് വാങ്ങിയ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ കറക്റ്റ് ആയില്ല, അതെടുക്കുന്ന രീതി 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ ഈ പരിപ്പ് ഇതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെണ്ടക്കായ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ പൊടികളെല്ലാം മുളക് പൊടിനേക്കാളും കൂടുതൽ മല്ലിപ്പൊടിയാണ്. 2 സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി, ഒരു 3-3.5 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്ന് ഒരു തള വന്നാൽ മതി. നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് അപ്പോഴേക്കും നമുക്കൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതായത് ഇങ്ങനെ തന്നെ നമുക്ക് വറവിട്ടിട്ടും കഴിക്കാം. എന്നാലും നമുക്ക് വറുത്തരച്ച സാമ്പാർ വേണമെങ്കിൽ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുക്കാം. ഈ സാമ്പാറിൻ്റെ മെയിൻ കാര്യം തേങ്ങ വറുക്കുന്നതിലാണ്. അപ്പോൾ അതിലെന്തൊക്കെ നമ്മൾ ചേർക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട, ഒരു ചെറിയ അരമുറി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ലോണം അത് ചരച്ചെടുത്തത്. പിന്നെ ചെറിയുള്ളി കുറച്ചധികം തന്നെ, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ ഉഴുന്ന് പരിപ്പില്ലെങ്കിൽ നമുക്ക് സാധാ കറി വെക്കുന്ന പരിപ്പ് വേണമെങ്കിൽ എടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു കുറച്ച് അരി എടുത്താലും മതി. അത്ര ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്കറിയില്ല, പണ്ട് ഉമ്മ ഇടുന്നത് കാണാം. പിന്നെ കുരുമുളക് കുറച്ച്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇത്രയും കറിവേപ്പില, ഇത്രയും സാധനം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം ഒരു ബ്ലാക്ക് കളറാകുന്ന വരെ വറുക്കണം സാമ്പാറിന്. എന്നാൽ അടി പിടിച്ച് പോകാനും കരിഞ്ഞു പോകാനും ഒന്നും പാടില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പം വറുത്ത് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാം തണിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിലിട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ വെള്ളം കൂട്ടാതെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാമ്പാർ ഒന്നുകൂടെ ഒന്ന് അടുപ്പിൽ വെച്ച് നല്ലോണം തിള വരുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഈ അരപ്പ് അതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഈ അരച്ചത് നമുക്കിങ്ങനെ മിക്സിൻ്റെ മൂട് തുറക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെയും ചെറിയുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം കൂടി അരിഞ്ഞിട്ടുള്ള നല്ലൊരു മണമാണ്. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് തികയാത്തതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പീസെല്ലാം ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, തക്കാളിയെല്ലാം നല്ല വലിയ വലിയ പീസായിട്ട് ഇതിലുണ്ട്. അപ്പോൾ അതാ ഒന്ന് തള വരുന്നുണ്ട്. ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഈ സമയത്ത് നല്ലോണം വെട്ടി തിളക്കണമെന്നില്ല, ജസ്റ്റ് തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് വറവിടുന്നതാണ്. ഇതിലേക്ക് സാമ്പാറിന് എപ്പോഴും പച്ചക്കറിക്ക് എന്തിനാലും വെളിച്ചെണ്ണയാണ് വേണ്ടിയത്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യത്തിന് ആദ്യം തന്നെ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാത്തവർ